കാർഷിക വാർത്തകൾ. പ്രാദേശിക വിപണികളിൽ കൊപ്രയ്ക്ക് മുന്നേറ്റം. വെളിച്ചെണ്ണയ്ക്കുള്ള ഡിമാൻഡാണ് കൊപ്രയ്ക്ക് താങ്ങായത്. റബ്ബറിന് രാഷ്ട്രാന്തര തലത്തിലും ഇടിവ്. ലേല കേന്ദ്രങ്ങളിൽ ഏലയ്ക്ക വരവ് കൂടി. അയൽ സംസ്ഥാനങ്ങളിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ ചാഞ്ചാട്ടം അനുഭവപ്പെട്ടു. തമിഴ്നാട്ടിൽ പച്ചതേങ്ങയും കൊപ്രയും കൂടുതലായി വിൽപ്പനയ്ക്ക് ഇറങ്ങിയതിനാൽ നിരക്ക് താഴ്ന്നു. ഇതോടെ കാങ്കയത്തെ മില്ലുടമകൾ വെളിച്ചെണ്ണ വില ഇന്ന് സ്റ്റഡിയായി നിർത്തി. നവരാത്രി വേളയായതിനാൽ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ഓർഡറുകളുണ്ട്. ജപ്പാൻ, സിംഗപ്പൂർ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും വില താഴ്ന്നത് തായ്ലൻഡ് അടക്കമുള്ള കയറ്റുമതി വിപണികളെ പിടിച്ചുലച്ചു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 237 രൂപയായി താഴ്ന്നു. വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകൾ ഇന്ത്യൻ റബ്ബറിനെയും ബാധിച്ചതോടെ വിവിധ ഇനങ്ങളുടെ നിരക്ക് കുറഞ്ഞു. 4ാം ഗ്രേഡ് കിലോ 210 രൂപയിൽ നിന്ന് 207 രൂപയായി കുറഞ്ഞ് വ്യാപാരം നടന്നു. സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ റബ്ബർ വില 4.5% ഇടിഞ്ഞു. ജപ്പാൻ, ചൈനീസ് മാർക്കറ്റുകളിലും ഇന്ന് റബ്ബർ തളർച്ചയിലായിരുന്നു. ലേല കേന്ദ്രങ്ങളിൽ ഏലയ്ക്ക വരവ് ഉയർന്നു. വിളവെടുപ്പ് പുരോഗമിക്കുന്നതോടൊപ്പം പുതിയ ചരക്ക് സംഭരിച്ച് വിൽപ്പന നടത്താൻ കർഷകർ ഉത്സാഹിക്കുന്നുണ്ട്. ഉൽപാദന കേന്ദ്രങ്ങളിൽ പച്ച ഏലയ്ക്ക കിലോ 400 രൂപയ്ക്ക് ശേഖരിക്കുന്നവരുണ്ട്. ഇന്ന് നടന്ന ലേലത്തിൽ 71,848 കിലോ ചരക്ക് വന്നതിൽ 66,841 കിലോയും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ 2,679 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,217 രൂപയിലും ലേലം കൊണ്ടു. കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും ഏലക്കയിൽ താൽപ്പര്യം കാണിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള ഹലാൽ മാംസത്തിന് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി വിദേശ രാജ്യങ്ങൾ. ഈ മാസം 16 മുതൽ വ്യവസ്ഥകൾ ബാധകമായിരിക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മാംസ ഉൽപ്പന്നങ്ങളുടെ ഹലാൽ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പിന്തുടരുന്ന വിവിധ മാനദണ്ഡങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് വിദേശ രാജ്യങ്ങൾ. ഇതിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. 15ഓളം രാജ്യങ്ങളാണ് മാംസ കയറ്റുമതിയിൽ പുതിയ വ്യവസ്ഥകൾ നിർബന്ധമാക്കിയത്. ബഹ്റൈൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, മലേഷ്യ, ഒമാൻ, ഫിലിപ്പീൻസ്, ഖത്തർ, സൗദി അറേബ്യ, സിംഗപ്പൂർ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളാണ് നിർദ്ദിഷ്ട ഹലാൽ മാംസത്തിന്റെയും മാംസ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിക്ക് പുതിയ വ്യവസ്ഥകൾ നിർബന്ധമാക്കിയ രാജ്യങ്ങൾ. കയറ്റുമതിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന മാംസങ്ങൾ വാങ്ങുന്ന ഇറക്കുമതിക്കാർക്കും ഇത് സംബന്ധിച്ച സർട്ടിഫിക്കേഷനുകൾ ആവശ്യമാണ്. 2023-24 ഇന്ത്യയുടെ മൊത്തം മാംസ കയറ്റുമതി 31,746.7 കോടി രൂപയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപാദനം കുറഞ്ഞതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ടയർ നിർമ്മാതാക്കൾ. റബ്ബർ ബോർഡിന്റെ കണക്കുകൾ കാലഹരണപ്പെട്ടതാണെന്നും ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. 13 വർഷത്തെ മികച്ച വിലയാണ് ഇപ്പോഴുള്ളതെങ്കിലും ആഭ്യന്തര വിപണിയിൽ സ്വാഭാവിക റബ്ബറിന്റെ ലഭ്യത വളരെ കുറവാണെന്നാണ് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 3,56,000 ടൺ ഉൽപാദനമുണ്ടായെന്നാണ് റബ്ബർ ബോർഡ് കണക്കുകൾ പറയുന്നത്. എന്നാൽ അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം ഉൽപാദനം 2,25,000 ടണ്ണാണ്. റബ്ബർ ബോർഡിനേക്കാൾ 37% കുറവ്. റബ്ബർ ബോർഡിന്റെ ഉൽപാദനം സംബന്ധിച്ച കണക്കുകൾ കാലഹരണപ്പെട്ടതാണെന്നും റബ്ബർ ബോർഡ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക മാസാടിസ്ഥാനത്തിലുള്ള ഉൽപാദന സ്ഥിതിവിവര കണക്കുകൾ മെയ് 24 വരെ മാത്രമുള്ളതെന്നും അസോസിയേഷൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ തേയില കയറ്റുമതിയിൽ വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 24% വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലെ തേയില കയറ്റുമതി 144.5 ദശലക്ഷം കിലോഗ്രാമിലെത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 23.79% വർധനവുണ്ടായതായാണ് ടീ ബോർഡ് അറിയിച്ചത്. അതേസമയം കയറ്റുമതി വർധനയ്ക്കനുസരിച്ച് വില വർധനയില്ലെന്നാണ് തേയില വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം ജൂലൈ വരെയുള്ള മാസങ്ങളിൽ കിലോഗ്രാമിന് 256.37 രൂപയായി തേയില വില കുറഞ്ഞിരുന്നു. തേയില വ്യവസായത്തിന്റെ വികസനത്തിനും പ്രോത്സാഹനത്തിനുമായി
664.9 കോടി രൂപയുടെ പദ്ധതിക്ക് വാണിജ്യ മന്ത്രാലയം അംഗീകാരം നൽകിയതായും ബോർഡ് വ്യക്തമാക്കി. 2023-24 സാമ്പത്തിക വർഷം മുതൽ 2026 വരെയുള്ള 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ ടീ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊമോഷൻ സ്കീമിന് കീഴിലായിരിക്കും തുക ചെലവഴിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 210, RSS 5 207, ലാറ്റക്സ് 139, ജാതിക്ക 310, ജാതി പത്രി 1500 മുതൽ 1900 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 260, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 64,600, കുരുമുളക് അൺഗാർബിൾ 63,600, ഏലക്ക 2,200 മുതൽ 2,250 വരെ, വെളിച്ചെണ്ണ 19,400, കൊപ്ര 13,700, ചുക്ക് 36,000.